കോപം മനുഷ്യൻ്റെ ശത്രുവാണ്. നിന്നെ സ്നേഹിക്കുന്നവരെപ്പോലും അത് നിന്നിൽ നിന്നും അകറ്റും. എന്നാൽ ക്ഷമ ജീവിതത്തിലെ നല്ല ശീലങ്ങളിലൊന്നാണ്. അത് മനുഷ്യന് ഒരു അലങ്കാരമാണ്. ശത്രുവിനെപ്പോലും തൻ്റെ സ്നേഹിതനാക്കാൻ ക്ഷമയുള്ളവന് കഴിയും. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷം ഉള്ളതായിരിക്കില്ല. ആ ചിരിക്കു പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. വിശ്വാസം എന്നത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. പങ്കാളിയോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ മാത്രമേ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മുന്നിൽ ഒരാൾ കരയുകയാണെങ്കിൽ അത് അയാൾ വിഷമത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല, അയാളുടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് കൂടിയാണ്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. നാളെ എന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് അധിക നേരം നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്താതിരിക്കുക. ജീവിതത്തിൽ എല്ലാ മോശ സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. കാരണം ഇത് നിങ്ങളുടെ സങ്കടം വർദ്ധിപ്പിക്കും. എന്താകും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. തങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടാത്തവർ മോശം ആൾക്കാരാണെന്നും ഉപകാരം ചെയ്യുന്നവർ നല്ലവരും ആണെന്നുള്ള പൊതു തത്വമാണ് മോശം അഭിപ്രായങ്ങളെ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുക, അവരോടൊപ്പം കളിക്കുക. മറ്റാരേക്കാളും നിങ്ങൾ അവർക്ക് മികച്ച സുഹൃത്തായിരിക്കണം. ഈ സമൂഹം ധാരാളം ചീത്ത സുഹൃത്തുക്കളെ പ്രദാനം ചെയ്യുന്നു. അവർ അത്തരം സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരുടെ ഏറ്റവും മികച്ച സുഹൃത്തിനെ അവർക്ക് നിങ്ങളിൽ കണ്ടെത്താൻ സാധിക്കണം. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. ഉയർച്ചയും താഴ്ചയും സന്തോഷവും സങ്കടവുമൊക്കെ ഉണ്ടാവുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമാകുന്നത്. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മറ്റൊന്നിലേക്കുള്ള നമ്മുടെ കാൽവെപ്പാണ് വിജയം. മറ്റുള്ളവർ നമ്മളോട് എളുപ്പത്തിൽ ക്ഷമിച്ചേക്കാം. പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല. എല്ലായിടത്തും ആത്മസംയമനം പാലിക്കുക. ബഹുമാനം നിങ്ങളെ തേടിയെത്തും. വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മൗനം കൊണ്ട് ഒരു രംഗം ശാന്തമാകുന്നുവെങ്കിൽ, മനോഹരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ മൗനം അതിമനോഹരമാണ്. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്നാവില്ല തിരിച്ചു കിട്ടുക, മറ്റാരിൽ നിന്നെങ്കിലും ആവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്.